നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ മറുപടി പ്രസംഗം നടത്തുന്നതിനിടെ പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനൊപ്പം പ്രതിപക്ഷ നിരയിലെ ഒരു MLA-ക്കെതിരെ അദ്ദേഹത്തിന്റെ ഉയരത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പരിഹാസം ഉന്നയിച്ചു. ഇത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് ആരോപണവും ഉയർന്നു കഴിഞ്ഞു. എന്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടിവെച്ച പോലെ എന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലാതെ. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ലെന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്, അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ അംഗത്തെ കളിയാക്കാനായി 8 അട്ടിവെച്ച പോലെ ഒരാൾ എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചതെങ്കിൽ കടുത്ത എതിർപ്പും ഉയരുന്നുണ്ട്. 8 അട്ടിവെച്ച പോലെ ഒരാൾ എന്നത് മലയാളത്തിലെ ഒരു പ്രയോഗമാണ്. ഇത് സാധാരണയായി ഒരു അസ്ഥിരമായ, അശാന്തമായ അല്ലെങ്കിൽ പല ഭാഗത്തും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളെയോ അവസ്ഥയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കത്ത് നൽകും. പ്രതിപക്ഷ നിയമസഭ ബഹിഷ്കരിച്ചതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസംഗം. പ്രതിപക്ഷ പ്രതിഷേധത്തെ കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി വനിതാ വാച്ച് ആൻഡ് വാർഡിനെ വരെ പ്രതിപക്ഷം ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചു. ഇതിനിടയിലാണ് എന്റെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ടെന്ന് പറഞ്ഞുള്ള മുഖ്യമന്ത്രിയുടെ 8 അടിച്ചു വെച്ചതുപോലെ എന്ന പ്രയോഗം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉയരക്കുറവിനെ പരിഹസിച്ചതാണെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. അതിനാൽ പ്രയോഗം നീക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകാനാണ് പ്രതിപക്ഷ തീരുമാനം. വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ 2 ദിവസമായി പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. തുടർന്ന് പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ സഭയിൽ 2 ദിവസം സഭാ നടപടികളാകെ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം ഉയർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? ഏത് പ്രതിപക്ഷത്തിനും സഭയിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം. സർ, അങ്ങ് പലവട്ടം ചോദിച്ചല്ലോ എന്താണ് ആവശ്യമെന്ന്. അവർ ഇതേവരെ ഉന്നയിക്കാൻ തയ്യാറായോ? എന്താണ് അവർ ഭയപ്പെടുന്നത്? അവർ ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാനും മറുപടി പറയാനും ഞങ്ങൾ തയ്യാറാണല്ലോ. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അവരിവിടെ ഉയർത്തിയ ചില ബാനറുകളിൽ കാണാൻ കഴിഞ്ഞു, സഭയിൽ ഭയം എന്ന്. അത് അവർക്കുള്ള ഭയമല്ലേ? ആ ഭയത്തിന്റെ ഭാഗമായല്ലേ അവർ ഇവിടെ ഒരു പ്രസംഗം ഉന്നയിക്കാതിരുന്നത്? ഉന്നയിക്കാൻ പല മാർഗങ്ങളുണ്ടല്ലോ. ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാം, അടിയന്തര പ്രമേയമാകാം, ശ്രദ്ധ ക്ഷണിക്കലാകാം, സബ്മിഷൻ ആകാം. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം ഇതേവരെ സ്വീകരിക്കാൻ അവർ തയ്യാറായോ? എന്താണ് അതിന് കാരണം? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷയകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നു. പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ്. അതിനവർക്ക് അവരുടേതായ രീതികളുണ്ട്. ആ രീതികളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ സംവിധാനങ്ങളുമുണ്ട്. അതിനെയെല്ലാം ഉപയോഗിച്ച് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയും ഭയപ്പെടുന്നില്ല. വസ്തുതകളായി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.